ഹലോ, കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും വീഡിയോ ആയിട്ട് എത്തി കേട്ടോ. ഇത് വീട്ടിൽ ആദ്യമായിട്ടുണ്ടായ ചാമ്പയ്ക്കാണ്. ഈ ചാമ്പത്തേക്ക് ഒരു കഥയുണ്ട്. അമ്മ പുല്ല് പറിക്കണ സമയത്ത് മുറ്റത്ത് ഇങ്ങനെ ചാമ്പയുടെ ഈ വിത്ത് വീണിട്ട് ഉണ്ടായിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട്. ഒരു കുഞ്ഞി തൈ ഉണ്ടായിരുന്നു. അമ്മയുടെ വിചാരിത് മറ്റേ ആഫ്രിക്കൻ ചാമ്പയില്ലേ, അതാന്നാ. എന്നിട്ട് മറ്റേ പനിനീർ ചാമ്പയുടെ പോലത്തെ വലിയ ഇത് അതിൻ്റെ വന്ന് കൊണ്ടുവന്ന് കുഴിച്ചിട്ട് കഴിഞ്ഞിട്ട് ഇതിൽ പൂവുണ്ടായി. അപ്പോൾ എനിക്ക് ചാമ്പയ്ക്ക ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത് ഈ വെള്ള കളറുള്ള ചാമ്പ ആയതുകൊണ്ട് വേണ്ട ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെയാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ ഇത് വലുതായി വരുമ്പോഴാ ഈ സാധാ നമ്മുടെ നാടൻ ചാമ്പ പോലത്തെ ചാമ്പ ഇത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അതുപോലെ തന്നെ അമ്മയ്ക്കും ഇഷ്ടം നാടൻ ചാമ്പയാണ്. പക്ഷെ ഇത് മറ്റേ വെള്ളച്ചാമ്പയുടെ ആവുമെന്ന് വിചാരിച്ചിട്ട് അമ്മ നട്ടത്. ഇതാണെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് സന്തോഷമായി. ഇത് രണ്ടാമത്തെ ട്രിപ്പ് ഞങ്ങൾ വിളവെടുക്കണതാണ് കേട്ടോ. ആദ്യത്തെ ട്രിപ്പിൽ ഒരു മഴയത്തായിരുന്നു. അതിന് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഒരു രസം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് രണ്ടാമത്തെ തവണത്തെ വിളവെടുത്തപ്പോൾ ഇത്രയൊന്നും ഇല്ല, ഇതിനും കുറേ ഉണ്ടായിരുന്നു. ആദ്യം ഉണ്ടായ അത്ര ഇല്ല അത്. പിന്നെ ആദ്യം ഉണ്ടായപ്പോൾ ഞാൻ കുറച്ച് നാൾ നിർത്തിയത് കൊണ്ട് അത് ചുവന്ന കളറിലുണ്ടായിരുന്നു. പിന്നെ ഈ മഴ പെയ്തതിന് ശേഷം ആയതുകൊണ്ട് അത്ര വലിയ ടേസ്റ്റൊന്നും ഇല്ല. എന്നാലും നല്ല ചെറിയൊരു പുളിയോട് കൂടിയ മധുരം ഉണ്ടായിരുന്നു. ഇത് ഞാനിവിടെ ആദ്യമായിട്ടുണ്ടായതല്ലേ, ഒരു മെമ്മറിക്കൂടെ കിടക്കട്ടെ എന്ന് വെച്ച് ഞാൻ വീഡിയോ എടുത്തിട്ടിട്ടുന്ന കേട്ടോ. അതിനിടയിൽ അമ്മ ഓരോന്ന് പറിച്ചിങ്ങനെ ഇടുന്നുണ്ട്. കുറേയൊക്കെ കിളികൾ കൊത്തിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വിചാരിച്ച് കിളി കൊത്തിയതൊക്കെ കളഞ്ഞിട്ട് അല്ലാത്ത നല്ലത് നോക്കിയിട്ടാണ് എടുത്തത്. അമ്മയുടെ തോട്ടമാണ് കേട്ടോ. അതൊക്കെ കുറച്ച് അത്യാവശ്യത്തിലേറെ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാം ഈ അടുപ്പിച്ച് നിർത്തിയോണ്ട് വളരുന്നില്ല. എല്ലാം ഇങ്ങനെ ചെറുതായിട്ട് നിൽക്കുക. പക്ഷെ ആദ്യമായിട്ടാണ് ചാമ്പയ്ക്ക ഉണ്ടായിട്ടുള്ളത്. ഒരു ബൗള് നിറയെ ചാമ്പയ്ക്ക ഞങ്ങൾക്ക് കിട്ടിയത്.